ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് MMT 008 പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിന്റെ യൂണിറ്റ് 1ന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് പാർട്ട് 2 ആണ്. അപ്പൊ ഇതിനു മുമ്പുള്ള പാർട്ട് 1 ടോട്ടലി നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതെപ്പോഴാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ നമ്മുടെ യൂണിറ്റ് 1ന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോമ്പൗണ്ട് പ്രോബബിലിറ്റി എന്നും, പിന്നെ കോമ്പൗണ്ട് പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ലോ, അത് എങ്ങനെയാണ് ചില പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോബ്ലംസിൽ അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്, പിന്നെ എന്താണ് ബേസ് തിയറം. ബേസ് തിയറം ഒക്കെ ഓൾറെഡി നമ്മൾ മുൻപ് UG ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒന്നും കൂടി എന്താണ് ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി, അതിന് എങ്ങനെയാണ് ബേസ് തിയറം വരുന്നത്, ബേസ് തിയറം എങ്ങനെയാണ് ഓരോ എക്സാമ്പിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ടോട്ടലി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, അതായത് ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോമ്പൗണ്ട് പ്രോബബിലിറ്റിയിലൂടെയാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണ്, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ P ഓഫ് A ഗിവൺ B, അതായത് B എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞ ശേഷം A നടക്കാനുള്ള പ്രോബബിലിറ്റി P ഓഫ് A ഗിവൺ B നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക, P ഓഫ് A ഇന്റർസെക്ഷൻ B ബൈ P ഓഫ് B. അതേപോലെ നമ്മൾ ഒരെണ്ണം കൂടി എഴുതിയിട്ടുണ്ട്, അതായത് P ഓഫ് ബി ഗിവൺ എ, അതായത് എ എന്നുള്ളൊരു ഇവന്റ് നടന്നു കഴിഞ്ഞിട്ട് ബി നടക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാ കാണുക, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. ഇങ്ങനെ രണ്ട് പ്രോബബിലിറ്റി കാണാനുള്ള രണ്ട് ഇക്വേഷനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. ഇതിൽ നിന്ന് നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് പറയാൻ പറ്റും. ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പി ഓഫ് A intersection B is equal to P of A given B into P of B, അല്ലെങ്കിൽ P of B given A into P of A. ഇങ്ങനെ രണ്ട് രീതിയിൽ വേണമെങ്കിലും എഴുതാം. അപ്പോ P of A intersection B, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് P of A intersection B നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, P of A into P of B given A എന്ന് എഴുതാം. P of A intersection B നെ നമുക്ക് P of B into P of A given B എന്ന് എഴുതാൻ പറ്റും. ഇതിപ്പോ എത്ര ഇവന്റ്സിന്റെ കേസാണ്, A B എന്നുള്ള രണ്ട് ഇവന്റ്സിന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി 3 ഇവന്റുകളുള്ള കേസാണെന്ന് വിചാരിക്കുക. A B C എന്നിട്ടുള്ള 3 ഇവന്റുകൾ, ഒരു സാമ്പിൾ സ്പേസ് എസിലെ 3 ഇവന്റുകളാണ് A B C എന്ന് പറയുന്നത്. ഈ എയും ബിയും സിയും ഒരുമിച്ച് നടക്കുന്നതിനെ നമ്മൾ എന്താ പറയാ, P of A intersection B intersection C. അതായത് എയും ബിയും സിയും ഇത് മൂന്നും ഒരുമിച്ച് ഒരേ സമയം ഈ 3 ഇവന്റും നടക്കാനുള്ള പ്രോബബിലിറ്റി, അതിനെ പ്രോബബിലിറ്റി ഓഫ് A intersection B intersection C എന്ന് എഴുതി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഈ P of A intersection B intersection C ഇതിനെ കൊണ്ട് P of A എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈയും ചെയ്തു, അതേ P of A ഡിവൈഡും ചെയ്തു. അതേപോലെ P of A ഇന്റർസെക്ഷൻ B എന്നുള്ള ഒരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈയും ചെയ്തു, അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഇവിടെ എന്താ, ഈ P of A ഇന്റർസെക്ഷൻ ബിയും A ഇന്റർസെക്ഷൻ ബിയും ക്യാൻസൽ ആവും. അതേപോലെ തന്നെ P of എയും ഈ P of Aയും ക്യാൻസൽ ആവും. ബാക്കിയുള്ള P of A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ലല്ലോ. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്തേ, P of A എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു, P of A നെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ P of A ഇന്റർസെക്ഷൻ B നെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇനി നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം. അപ്പൊ ഈ P of A നെ നമ്മൾ അതേപോലെ തന്നെ എഴുതി, P of A എന്ന് തന്നെ എഴുതി. ഇനിയുള്ളത് ആരാ, P of A ഇന്റർസെക്ഷൻ B into P of A. ഈ P of A ഇന്റർസെക്ഷൻ B ബൈ P of A എന്ന് പറയുന്നത് എന്താണ്, P of A ഇന്റർസെക്ഷൻ B P of A എന്ന് പറയുന്നത് എന്താ, നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ പഠിച്ചു അല്ലെ, P of B given A ആണ് എന്ത്, P of A ഇന്റർസെക്ഷൻ B into P of A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ P of A എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പകരം ഈ ക്വാണ്ടിറ്റിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, P of B given A എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ P of A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C
ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എന്താ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ നമ്മൾ ഒരു ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഇത് വേറെ ഒന്നുമല്ല, പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ എ ഇന്റർസെക്ഷൻ ബി ആണ്. സി. അപ്പോ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ സി ഇൻറ്റു പി ഓഫ് സി ഗിവൺ എ ഇന്റർസെക്ഷൻ ബിനെ നമുക്ക് 3 ഇവന്റിന്റെ കേസിൽ എഴുതാൻ പറ്റും. അപ്പൊ 2 ഇവന്റുകളുടെ കേസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 2 ഇവന്റുകൾ കൺസിഡർ ചെയ്യുകയാണ് എയും ബിയും. ആ എയും ബിയും ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി അല്ലെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതാം. അതേപോലെ 3 ഇവന്റുകൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി ഈ 3 ഇവന്റുകളും ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്നുവെച്ചാൽ എ എന്നുള്ള ആദ്യം പി ഓഫ് എ എന്നുള്ളൊരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു എ എന്നുള്ള ഒരു ഇവന്റ് നടന്നിട്ട് ബി നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു എയും ബിയും നടന്നതിന് ശേഷം സി നടക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ എയും ബിയും സിയും ഒരുമിച്ച് ഈ 3 ഇവന്റുകൾ ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം എ നടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, അതേ ഇൻറ്റു എ നടന്ന ശേഷം ബി നടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, അതും ഇൻറ്റു എയും ബിയും നടന്ന ശേഷം സി നടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഇതാണ് എന്ത്? 3 ഇവന്റുകളുടെ കേസിൽ. ഇപ്പൊ നമ്മൾ 2 ഇവന്റുകളുടെ കേസിലും നോക്കി, 3 ഇവന്റുകളുടെ കേസും നോക്കി. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ തൊട്ട് മുമ്പേ നോക്കിയത് 3 ഇവന്റുകളുടെ കേസാണല്ലോ. ഇനി നമ്മൾ n ഇവന്റുകളുടെ കേസ് നോക്കുകയാണ്. n ഇവന്റുകൾ A1 A2 എക്സെട്ര AN അങ്ങനെയുള്ള n ഇവന്റുകൾ ഒരു സാമ്പിൾ സ്പേസ് എസ്സില് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഈ n ഇവന്റുകൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി, ഈ n ഇവന്റ്സും ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് പി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 ഇന്റർസെക്ഷൻ അങ്ങനെ ഏത് വരെ ഇന്റർസെക്ഷൻ AN വരെ, അതായത് ഈ എല്ലാ ഇവന്റുകളും ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ കാണാം? ആദ്യം പി ഓഫ് A1 നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു A1 നടന്നതിന് ശേഷം A2 നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു A1ഉം A2ഉം നടന്നതിന് ശേഷം A3 നടക്കാനുള്ളത്. അപ്പൊ അടുത്തത് എന്ത് വരും? ഇതിന് മുമ്പ് ഇത് കഴിഞ്ഞുള്ളത് അടുത്തത് എന്ത് വരും? പി ഓഫ് A1ഉം A2ഉം A3യും നടന്നു കഴിഞ്ഞ ശേഷം A4 നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു അങ്ങനെ പോയി അവസാനം എന്ത് വരും? പി ഓഫ് A1ഉം A2ഉം A3യും A4ഉം എക്സെട്ര അങ്ങനെ AN-1 വരെയുള്ള ഇവന്റുകൾ നടന്ന് ലാസ്റ്റത്തെ ഇവന്റ് ആയ AN നടക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ എങ്ങനെ മൊത്തത്തിൽ ഇത് കാണുക? അതായത് A1 A2 എക്സെട്ര ഇന്റർസെക്ഷൻ AN അങ്ങനെയുള്ള n ഇവന്റുകളും നടക്കാനുള്ള പ്രോബബിലിറ്റി, n ഇവന്റുകളും നടക്കാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ എങ്ങനെയാ കാണുക? ആദ്യം A1 നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു A1 നടന്ന ശേഷം A2 നടക്കാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു A1ഉം A2ഉം നടന്ന ശേഷം A3 നടക്കാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെ നമ്മൾ n ഇവന്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? A1ഉം A2ഉം A3യും ഒക്കെ AN-1 വരെയുള്ള സംഭവങ്ങൾ നടന്ന ശേഷം AN നടക്കാനുള്ള പ്രോബബിലിറ്റി. ഈ ലോയിനെയാണ്, ഈ റിലേഷനെയാണ് നമ്മൾ പറയാ കോമ്പൗണ്ട് പ്രോബബിലിറ്റി ലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ലോ. അതായത് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട് പ്രോബബിലിറ്റി ലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ലോ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ്? n ഇവന്റ്സ് ആവുമ്പോൾ. 2 ഇവന്റ്സ് ആവുന്ന കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ആയിരിക്കും, അല്ലെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് പി ഓഫ് എ ഗിവൺ ബി എന്നായിരിക്കും. അല്ല, 3 ഇവന്റുകളുടെ കേസാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് എന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് സി ഗിവൺ എ ഇന്റർസെക്ഷൻ ബി. അതേപോലെ n ഇവന്റുകൾ ആണെന്നുണ്ടെങ്കിൽ എന്താ? ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് പി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ എക്സെട്ര ഇന്റർസെക്ഷൻ AN ഈക്വൽ ടു പി ഓഫ് A1 ഇൻറ്റു
P of A2 given A1 into P of A3 given A1 intersection A2 etc. into etc. P of A1 AN given A1 intersection A2 intersection etc. intersection AN minus 1. ഈ റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് പ്രോബബിലിറ്റി ലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ലോ എന്ന് പറയുന്നത്. ഈ റൂള് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ഒരേ സമയം രണ്ടിൽ കൂടുതൽ ഇവന്റ്സ് അറ്റ് എ ടൈം ഒരുമിച്ച് രണ്ടിൽ കൂടുതൽ ഇവന്റുകൾ നടക്കുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി കാണാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കോമ്പൗണ്ട് പ്രോബബിലിറ്റി ലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ട് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ഇല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഇവന്റ്സ് നടക്കുന്ന സമയത്ത്, ഒരുമിച്ച് നടക്കുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് കൺകറന്റ് ഒക്യുറൻസസ്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് നടക്കുന്നത് അല്ലെ? അറ്റ് എ ടൈം ഒരേ സമയത്ത് ഇങ്ങനെ നടക്കുന്നതിന്റെ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഈ കോമ്പൗണ്ട് പ്രോബബിലിറ്റി ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ കോമ്പൗണ്ട് പ്രോബബിലിറ്റിയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോളൂ. എ ബാഗ് കണ്ടെയ്ൻസ് 5 വൈറ്റ് ബോൾസ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. അതായത് ഇപ്പൊ നമ്മളൊരു ബാഗ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ബാഗില് 4 വൈറ്റ് ബോൾസും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 5 വൈറ്റ് ബോൾസും ഉണ്ട്, 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അപ്പൊ ടോട്ടൽ ആ ബാഗിൽ 9 ബോൾസ് ഉണ്ട്. 2 balls are taken from the bag randomly. അപ്പൊ ഇവിടെ അറ്റ് എ ടൈം ഒരേ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? 2 ബോൾസ് നമ്മൾ അറ്റ് എ ടൈം എടുത്തോണ്ടിരിക്കുകയാണ്. 1 by 1 വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ലോട്ടിലേക്ക് ആ ബോൾ തിരിച്ചിടില്ല. അപ്പോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് നമ്മൾ 2 ബോൾസ് എടുക്കുകയാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക്, സെക്കൻഡ് ഈസ് വൈറ്റ്. ആദ്യത്തെ ബോൾ ബ്ലാക്ക് ആവാനും രണ്ടാമത്തെ ബോൾ വൈറ്റ് ആവാനും ഉള്ള പ്രോബബിലിറ്റിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 ഇവന്റുകൾ ഉണ്ട്, ഒരുമിച്ച് നടക്കുന്ന 2 ഇവന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഇവന്റ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോള് ബ്ലാക്ക് ആവാനുള്ള ഇവന്റ് ആണ് ഇവന്റ് എ. അതേപോലെ ബി എന്ന് പറയുന്നത് സെക്കൻഡ് ബോള് വൈറ്റ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? എയും ബിയും ഒരുമിച്ച് നടക്കുന്ന ഇവന്റ്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്ക് കാണാനുള്ളത്. നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം നമുക്കറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ആണ്. അപ്പൊ നമുക്ക് ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാൻ ആരെയൊക്കെ കണ്ടാൽ മതി? പി ഓഫ് എനെയും പി ഓഫ് ബി ഇന്റർസെക്ഷൻ എയും കാണാൻ മതി. ആദ്യം നമുക്ക് പി ഓഫ് എ കാണാം. പി ഓഫ് എ എന്ന് വെച്ചാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ ഇവന്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന ബോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോ മൊത്തത്തിൽ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? നമുക്കറിയാം 4 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 9. അപ്പൊ ആ 9ൽ നിന്നും 4 ബ്ലാക്ക് ബോൾസിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/9. 4/9 ആണ് പി ഓഫ് എ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് പി ഓഫ് ബി ഗിവൺ എ ആണ്. പി ഓഫ് ബി ഗിവൺ എ എന്ന് വെച്ചാൽ എ എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു. എ ഓൾറെഡി നടന്നു കഴിഞ്ഞു. എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് ബോള് ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആദ്യം ഒരു ബോള് ആ ബാഗിൽ നിന്നും ഒരു ബോൾ എടുത്തു. ടോട്ടൽ 9 ബോൾസ് ഉണ്ടായിരുന്നു. അപ്പൊ എ എന്നുള്ള ഒരു ഇവന്റ് നടന്നപ്പോ ഇതിൽ നിന്ന് ഒരു ഒരു ബ്ലാക്ക് ബോൾ പോയി. അപ്പൊ മൊത്തം ഈ 9 ബോളിൽ നിന്ന് ടോട്ടൽ ഇനി ആ ബാഗിൽ എത്ര എണ്ണം ഉണ്ട്? എ എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ആ ബാഗിൽ ഇനി മൊത്തം 8 ബോളുകളാണ് ഉള്ളത്. കാരണം ഒരു ബോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ ബോൾസ് 8 എണ്ണമാണ്. അതിൽ നിന്ന് നമുക്ക് ബി എന്ന് പറയുമ്പോൾ എന്താണ്? വൈറ്റ് ബോൾ. രണ്ടാമത് കിട്ടേണ്ടത് വൈറ്റ് ബോൾ ആയിരിക്കണം. അപ്പൊ ടോട്ടൽ എത്ര വൈറ്റ് ബോൾസ് ഉണ്ട്? 5 വൈറ്റ് ബോൾസ് ഉണ്ട്. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5/8. ആ 5 വൈറ്റ് ബോൾസ് ഉണ്ട്. ടോട്ടൽ അവിടെ 8 എണ്ണേ ഉള്ളൂ. കാരണം എന്താ? ആദ്യം 9 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ എ എന്നുള്ള ഒരു ഇവന്റ് നടക്കുമ്പോൾ ഒരു ബോൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ മൊത്തത്തിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണല്ലോ. അപ്പൊ മൊത്തത്തിൽ 9 ബോളിൽ നിന്ന് എന്തായി? 8 ബോൾ. അപ്പൊ പി ഓഫ് എയും കിട്ടി, പി ഓഫ് ബി ഗിവൺ എയും കിട്ടി. അപ്പൊ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാൻ പി ഓഫ് എ എന്ന് പറയുന്നത് 4/9 ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 5/8. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ആൻസർ 5/18 എന്ന് കിട്ടും. ഈ 4ഉം 8ഉം ക്യാൻസൽ ആയി ഇവിടെ 2 വരും. അപ്പൊ 5 ഇൻറ്റു 9 ഇൻറ്റു 2 8 5/18. 5 ഇവിടെ 5 ഇൻറ്റു 1 ആണ്. അപ്പൊ 5/18 എന്നായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ് 3 യൂണിറ്റ്സ് ആർ സെലക്ടഡ് റാൻഡംലി. അതായത് മൊത്തത്തിൽ എത്ര ലോട്ട്സ് ഉണ്ട്? മൊത്തത്തില് 100 യൂണിറ്റുകൾ ഉണ്ട്. ടോട്ടൽ 100 യൂണിറ്റുകൾ ഉണ്ട്.
അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 3 യൂണിറ്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. 3 യൂണിറ്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. അതില് 3 ഡിഫക്റ്റീവ് ആയാൽ, എടുത്ത മൂന്നെണ്ണവും ഡിഫക്റ്റീവ് ആയാൽ നമ്മൾ ആ ലോട്ട് റിജക്ട് ചെയ്യും. അപ്പൊ റിജക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? 3 ലോട്ടും ഡിഫക്റ്റീവ് ആവണം. നമ്മൾ എടുത്തിരിക്കുന്ന 3 ലോട്ടും, ആ 100 യൂണിറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന 3 യൂണിറ്റും ഡിഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, കേടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യൂണിറ്റിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഈ 3 ഏതെങ്കിലുമൊക്കെയാണ്, ഒന്നോ രണ്ടോ ആണ് ഡിഫക്റ്റീവ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. 3 ഡിഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അത് റിജക്ട് ചെയ്യും. ഒരു 100 യൂണിറ്റിൽ, ഒരു ലോട്ടില് മൊത്തം എത്ര ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട്? 15 ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട്. നമുക്കത് റിജക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും കാണണം, ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും കാണണം. അപ്പോ ഇവിടെ മൊത്തം നമുക്ക് എത്ര ഇവന്റുകൾ ഉണ്ട് അറ്റ് എ ടൈം നടക്കുന്നത്? 3 ഇവന്റുകൾ ഉണ്ട്. എ, ബി, സി എന്ന് പറയുന്ന 3 ഇവന്റുകൾ നടക്കുന്നുണ്ട്. ഇതില് എ എന്ന് പറയുന്നത് എന്താ? ആദ്യം നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് യൂണിറ്റ് ഡിഫക്റ്റീവ് ആവണം. നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന യൂണിറ്റ് ഡിഫക്റ്റീവ് ആവണം. അതേപോലെ രണ്ടാമത്തേത് എന്താ? സെക്കൻഡ് യൂണിറ്റ് ഡിഫക്റ്റീവ് ആവുന്നു. സി എന്ന് പറയുന്നത് എന്താ? തേർഡ് യൂണിറ്റ് ഡിഫക്റ്റീവ് ആവുന്നു. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 ഇവന്റുകൾ. അപ്പൊ ഈ 3 ഇവന്റുകളും ഒരുമിച്ച് നടന്നാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, ഇതാണ് എന്ത്? റിജക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. കാരണം 3 ഡിഫക്റ്റീവ് ആണെങ്കിലാണ് നമ്മൾ റിജക്ട് ചെയ്യുക. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ്. നമ്മളിപ്പോ ഓൾറെഡി മൾട്ടിപ്ലിക്കേറ്റീവ് റൂൾ പ്രകാരം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് സി ഗിവൺ എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമുക്ക് പി ഓഫ് എ കാണണം, പി ഓഫ് ബി ഗിവൺ എ കാണണം, പി ഓഫ് സി ഗിവൺ എ ഇന്റർസെക്ഷൻ ബി എന്ന് കാണണം. ഇനി പി ഓഫ് എ നോക്കാം. ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത് ആരാ? പി ഓഫ് എ. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള 100 ലോട്ടിൽ നിന്നും നമുക്ക് ഒരു ഡിഫക്റ്റീവ്, മൊത്തത്തിൽ 100 യൂണിറ്റ് അല്ലേ, അതിൽ നിന്ന് നമുക്ക് ഒരു ഡിഫക്റ്റീവ് കിട്ടണം. മൊത്തത്തിൽ എത്ര ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട്? ഡിഫക്റ്റീവ് ഐറ്റംസ് 15 ഉണ്ട്. അപ്പൊ ആ 15 നിന്നും, ആ 100 ലോട്ടിൽ നിന്നും ഈ 15 ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ എടുക്കണം. അപ്പൊ പി ഓഫ് എ എന്ന് പറയുന്നത് എത്ര കിട്ടി? 15/100 എന്ന് കിട്ടി. ഇനി അടുത്തത് പി ഓഫ് ബി. പി ഓഫ് ബി ഗിവൺ എ. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു. എ നടന്നു കഴിഞ്ഞാൽ ഒരു ലോട്ട്, ഒരു യൂണിറ്റ് ഓൾറെഡി നമ്മൾ എടുത്തു, അത് ഡിഫക്റ്റീവ് ആണ്. ഒരു യൂണിറ്റ് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 100 യൂണിറ്റുകളാണ്. ആ 100 യൂണിറ്റിൽ നിന്നും ഒരെണ്ണം നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 99 യൂണിറ്റ് ഉണ്ട്. അപ്പൊ 99 യൂണിറ്റിൽ നിന്നും നമുക്ക് ഒരു ഡിഫക്റ്റീവ് സെലക്ട് ചെയ്യണം. ടോട്ടൽ ഡിഫക്റ്റീവുകൾ 15 പക്ഷെ ഇവിടെ ഓൾറെഡി എ എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു. എ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫക്റ്റീവ് എടുക്കുന്നതാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ എടുത്തതേ ഒരു ഡിഫക്റ്റീവ് ആണ്. അപ്പൊ ടോട്ടൽ 15 ഡിഫക്റ്റീവ് ആണ്. അതിൽ ഒരെണ്ണം എ നടന്നപ്പോ അതിൽ ഒരെണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ 15 എന്നുള്ളത് മൊത്തത്തിൽ എത്രയായി? 14. അപ്പൊ 99 യൂണിറ്റുകളാണ് ബാക്കിയുള്ളത്. അതിൽ എത്ര ഡിഫക്റ്റീവ് ലോട്ടുകൾ ബാക്കിയുണ്ട്? 14. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. അതാണ് ഈ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 14/99. അതേപോലെ ഇനി പി ഓഫ് സി ഗിവൺ എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു. എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള ഇവന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നമ്മൾ എടുത്തത് 2 ഡിഫക്റ്റീവ് യൂണിറ്റുകളാണ്. 2 ഡിഫക്റ്റീവ് യൂണിറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് ലോട്ടിലും സെക്കൻഡ് ലോട്ടിലും നമ്മൾ 2 ഡിഫക്റ്റീവ് ലോട്ട്സ് എടുത്തു കഴിഞ്ഞു. അപ്പൊ മൊത്തം 100 ലോട്ടില് നമ്മൾ 2 ലോട്ട് എടുത്തു. അപ്പൊ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 98 ലോട്ട് ഉണ്ട്. ഡിഫക്റ്റീവ് ലോട്ട് 15 ഉണ്ടായിരുന്നു. അതിൽ ഓൾറെഡി 2 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 13 ഉണ്ട്. അപ്പൊ ഈ 98 യൂണിറ്റുകളിൽ നിന്നും ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? 13 ഏതെങ്കിലും ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 13/98. ഇങ്ങനെയാണ് പ്രോബബിലിറ്റി. ഇനി എന്ത് ചെയ്യുക? ഇത് ടോട്ടൽ 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 15/100 into 14/99 into 13/98. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 13/4620 എന്ന് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ആൻസർ കിട്ടും. ഇതാണ് എന്ത്? നമുക്ക് റിജക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് നമുക്ക് കിട്ടിയ 13/4620. ഈ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 1 - പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റഡ് ആണ്.
അപ്പൊ നമുക്ക് ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് 13/4620 ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ഇവിടെ ഉള്ളത്. 1 മൈനസ് ആ റിജക്റ്റഡിന്റെ പ്രോബബിലിറ്റി കണ്ടാൽ മതി. അതായത് ഒരു പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് റിജക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അതാണ് ഈ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുക. ഇനി അടുത്തതിലേക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഇതൊരു ബോക്സിന്റെ കേസ് ആണ്. ഒരു ബോക്സിൽ 8 ബോൾസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരു ബോക്സിൽ ടോട്ടൽ 8 ബോൾസ് ഉണ്ട്. അതിൽ 3 റെഡ് ബോൾസ് ആണ്. അതെ, ബാക്കി 5 ബ്ലൂ ബോൾസ് ആണ്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 8 ബോൾസ് ഉണ്ട്. ഇതില് നമ്മൾ 2 ബോൾസ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാണ്, ഒരുമിച്ച് എടുക്കുകയാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ഡ്രോ റിസൾട്ട് ഇൻ റെഡ്, സെക്കൻഡ് ഡ്രോ റിസൾട്ട് ഇൻ ബ്ലൂ. അപ്പൊ നമുക്ക് 2 ഇവന്റുകളാണ് കൺസിഡർ ചെയ്യാനുള്ളത്, എയും ബിയും. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രോ ചെയ്യുന്നത്, ഫസ്റ്റ് ഡ്രോൺ ബോൾ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കണം. സെക്കൻഡ് ഡ്രോൺ ബോൾ എന്ന് പറയുന്നത് ബ്ലൂ ആയിരിക്കണം. അപ്പൊ നമ്മൾക്ക് കാണേണ്ടത് ഇത് ഒരുമിച്ച് നടക്കാനുള്ളത്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്ക് കാണാനുള്ളത്. ബൈ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആരെയൊക്കെ കാണണം? പി ഓഫ് എ. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര ബോൾസ് ഉണ്ട്? 8 ബോൾസ്. ആ 8 ബോൾസിൽ നിന്ന് നമുക്ക് എ എന്ന് ഫസ്റ്റ് എടുക്കുന്നത് റെഡ് ആയിരിക്കണം. അപ്പൊ ടോട്ടൽ എത്ര റെഡ് ബോൾസ് ഉണ്ട്? 3 ബോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 8. അതിൽ 3 റെഡ് ഉണ്ട്. അപ്പൊ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 3/8. ഇനി നമുക്ക് കാണാനുള്ളത് പി ഓഫ് ബി ഗിവൺ എ ആണ്. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എ ഓൾറെഡി നടന്നു കഴിഞ്ഞു, എ എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബോക്സിൽ നിന്നും ഒരു ബോൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ടോട്ടലി 8 ബോൾസിൽ നിന്ന് എന്തായി? 7 ബോൾസേ ഇപ്പൊ ഇനി ആ ബോക്സിൽ ബാക്കിയുള്ളൂ. ടോട്ടൽ 7 ബോളുകൾ ഉണ്ട്. ആ 7 ബോളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? ഇവന്റ് ബി നടക്കാനുള്ള പ്രോബബിലിറ്റി. അതായത് രണ്ടാമത്തെ ഡ്രോയിൽ ബ്ലൂ കിട്ടണം. ടോട്ടൽ എത്ര ബ്ലൂ ബോൾസ് ഉണ്ട്? 5 ബ്ലൂ ബോൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കിട്ടാനുള്ള ഒരു ആദ്യത്തെ ബോള് റെഡ് എടുത്ത ശേഷം രണ്ടാമത്തെ ബോൾ ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് എന്ത്? 5/7 എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കാണാം? 3/8 ഇൻറ്റു 5/7. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 56. 15/56 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ താഴെ ഒരുപാട് എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇനി ഇത്രയാണ് നമുക്ക് കോമ്പൗണ്ട് പ്രോബബിലിറ്റിയിൽ പറയാനുള്ളത്. അപ്പൊ കോമ്പൗണ്ട് പ്രോബബിലിറ്റി 2 ഇവന്റിന്റെ എങ്ങനെയാണ്? കോമ്പൗണ്ട് പ്രോബബിലിറ്റി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരേ സമയം രണ്ടോ രണ്ടിൽ കൂടുതലോ ഇവന്റ്സോ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി കാണാനാണ് നമ്മൾ കോമ്പൗണ്ട് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ റൂളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസ് തിയറം ആണ്. അപ്പൊ ബേസ് തിയറം പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ടോട്ടൽ ലോ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സാമ്പിൾ സ്പേസ് എസ് കൺസിഡർ ചെയ്യാണ്. ഒരു സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് ഈ ബോക്സ് ആണ്, ഈ വലിയൊരു ഫുൾ ബോക്സ്. അത് നമ്മൾ വെൻ ഡയഗ്രാം നോക്കുമ്പോൾ ഈ സ്ക്വയർ ആണ് നമ്മുടെ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത്. ഈ എസിനെ നമ്മൾ B1 B2 B3 എക്സെട്ര അങ്ങനെ n ഇവന്റുകളായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ പോവാണ്. ഈ B1 ഇതാണ് B1, പിന്നെ B2 ഉണ്ട്, B3 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B4 B5 അങ്ങനെ BN എന്ന് പറയുന്ന n ഇവന്റുകളായിട്ട് നമ്മൾ ഇതിനെ ഭാഗിക്കുകയാണ്. ഈ ഒരു സ്ക്വയറിനെ പാർട്ടാക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യാണ്. B1 B2 B3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഇവന്റുകളായിട്ട് നമ്മൾ എസിനെ മൊത്തത്തിൽ പാർട്ടീഷൻ ചെയ്യാണ്. ഈ ഇവന്റുകളെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്നുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും 2 ഇവന്റുകളെ എപ്പോഴാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്? ഇപ്പൊ B1ഉം B2ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞാൽ B1 സംഭവിച്ചു കഴിഞ്ഞാൽ, B1 എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ B2 എന്നുള്ള ഒരു ഇവന്റ് ഒരിക്കലും നടക്കില്ല. അതേപോലെ B2 എന്നുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ B1 എന്നുള്ള ഒരു ഇവന്റ് നടന്നില്ല. ഒരു ഇവന്റ് നടക്കുന്നതോടുകൂടി ബാക്കിയുള്ള ഇവന്റുകൾ ഒന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ഇവന്റ്സിനെ നമ്മൾ എന്ത് പറയും? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. അപ്പൊ ഇവിടെ B1 B2 B3 എന്നൊക്കെ പറയുന്നത് എക്സെട്ര BN എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്താ? B1 നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവന്റുകളൊന്നും നടക്കില്ല, B2 നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവന്റുകൾ ഏതും നടക്കില്ല. അപ്പൊ ഇവരെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് BI
ഇന്റർസെക്ഷൻ ബി ജെ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താ അതിൽ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ വരണം, കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ് വരണം അല്ലെ. പക്ഷെ B1 നടന്നു കഴിഞ്ഞാൽ B2 നടക്കില്ല. അതേപോലെ B3 നടന്നു കഴിഞ്ഞാൽ B2 B1 ഒന്നും നടക്കില്ല. BN നടന്നാൽ B1 B2 B3 എക്സെട്ര BN-1 അങ്ങനെയുള്ള ഇവന്റുകളൊന്നും നടക്കില്ല. അപ്പൊ രണ്ട് ഇവന്റുകൾ എന്തായാലും ഒരുമിച്ച് നടക്കില്ല, കാരണം അവരെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പൊ ഏതെങ്കിലും രണ്ട് ഇവന്റുകളുടെ B1-ന്റെയും B2-ന്റെയും അല്ലെങ്കിൽ B3-ന്റെയും B4-ന്റെ ഏതിന്റെയെങ്കിലും ഇന്റർസെക്ഷൻ എടുത്ത് എന്തെങ്കിലും കിട്ടോ? ഇല്ല. അതെന്തായിരിക്കും? ഒരു ഫൈനൽ സെറ്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയത് കാരണം BI ഇന്റർസെക്ഷൻ BJ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ആയിരിക്കും. ഐയും ജെയും ഈക്വൽ ആവില്ല, ഐയും ജെയും ഒരേ വാല്യൂ വരരുത്. ഐയും ജെയ്ക്കും 1 തൊട്ട് n വരെയുള്ള ഏത് വാല്യൂസ് ആണെങ്കിലും വരാം. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് BI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അതായത് B1 നടക്കാനുള്ള പ്രോബബിലിറ്റി, B2 നടക്കാനുള്ള പ്രോബബിലിറ്റി, B3 നടക്കാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ B4 B5 B6 അങ്ങനെ BN വരെയുള്ള ഓരോ ഇവന്റും നടക്കാനുള്ള പ്രോബബിലിറ്റീസ് എല്ലാം നോൺ സീറോ പ്രോബബിലിറ്റീസ് ആണ്. അതൊരിക്കലും 0 ആവില്ല, ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള അസംഷൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒരു സാമ്പിൾ സ്പേസ്, ഒരു ഈ സ്ക്വയറിലെ ഈ സാമ്പിൾ സ്പേസ് എസിനെ നമ്മൾ n ഇവന്റുകളായിട്ട്, n ഇവന്റ്സ് ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. B1 B2 B3 എക്സെട്ര BN എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ഈ ഇവന്റുകളെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ്, എല്ലാത്തിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത്രയും നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചു. ഇനി നമ്മൾ വേറെ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഇതേ സാമ്പിൾ സ്പേസിൽ തന്നെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഇവന്റ്, ഈ സർക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എ എന്ന് പറയുന്നത്, ഈ ഷെയ്ഡ് ഇരിക്കുന്ന സർക്കിൾ. അപ്പൊ എ എന്ന് പറയുന്നുള്ള ഒരു ഇവന്റ്, ഈ എ എന്ന് പറയുന്നുള്ള ഒരു ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു നമ്മുടെ ഈ സാമ്പിൾ സ്പേസിൽ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഇപ്പൊ ഈ സാമ്പിൾ സ്പേസിനെ മൊത്തത്തിൽ n ഇവന്റുകളായിട്ട് നമ്മൾ ഇത് കണ്ട, ഈ ബോക്സ് കണ്ടറിയാലോ, മൊത്തത്തിൽ ഈ സാമ്പിൾ സ്പേസിനെ n ഇവന്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ടോട്ടൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ I ഈക്വൽ ടു 1 to n BI ആണ്. യൂണിയൻ I ഈക്വൽ ടു 1 to n BI എന്ന് പറഞ്ഞാൽ ഈ BI B1 B2 B3 എക്സെട്ര അങ്ങനെ BNകൾ എല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? നമ്മുടെ സാമ്പിൾ സ്പേസ്. അപ്പൊ നമുക്ക് സാമ്പിൾ സ്പേസിനെ നമുക്ക് എങ്ങനെ എഴുതാം? യൂണിയൻ I ഈക്വൽ ടു 1 to n BI നെ ആയിട്ട് എഴുതാം സാമ്പിൾ സ്പേസ്. കാരണം എല്ലാ B1 B2 B3 BN ഒക്കെ കൂടി ചേരുന്നതാണ് എന്ത്? നമ്മുടെ മൊത്തത്തിലുള്ള സാമ്പിൾ സ്പേസ്. അപ്പൊ എ എന്ന് പറയുന്നത്, എ എന്നുള്ള ഇവന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇന്റർസെക്ഷൻ എസ്. എസ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസ്. അപ്പൊ എനെ നമുക്ക് എ ഇന്റർസെക്ഷൻ എസ് എന്ന് നമുക്ക് എഴുതാം. ഓൾറെഡി നമുക്ക് എസിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്? എസ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് I ഈക്വൽ ടു 1 to n BI ആണ്. അതായത് B1 B2 B2 B3 അങ്ങനെ വരുന്ന BN വരെയുള്ള സെറ്റുകളെല്ലാം കൂടിച്ചേരുന്നതാണ് എന്ത്? നമ്മുടെ സാമ്പിൾ സ്പേസ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ റിഫർ ചെയ്യാം. ഇതിനെ നമുക്ക് ലോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട്, അപ്പൊ നമുക്ക് ഈ ലോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓർമ്മയില്ലേ? നമ്മൾ മുമ്പ് ലോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടില്ലേ? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്താ? എ യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. അതേപോലെ ആ ഡിസ്ട്രിബ്യൂഷൻ, ലോ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? യൂണിയൻ ഓഫ് I ഈക്വൽ ടു 1 to n എ ഇന്റർസെക്ഷൻ ബി ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. യൂണിയൻ ഓഫ് I ഈക്വൽ ടു 1 to n എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ ഇത് എ ഈക്വൽ ടു അല്ലെ, എ ഈക്വൽ ടു യൂണിയൻ ഓഫ് I ഈക്വൽ ടു 1 to n എ ഇന്റർസെക്ഷൻ ബി ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ എ ഇന്റർസെക്ഷൻ ബി ഐസും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആയിരിക്കും. അതായത് എ ഇന്റർസെക്ഷൻ ബി ഐയും എ ഇന്റർസെക്ഷൻ ബി ജെയും എപ്പോഴും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. കാരണം എന്താ? ബി ഐയും ബി ജെയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള സെറ്റ്, അതൊരിക്കലും എയിലും ബി ജിയിലും കോമൺ ആയിരിക്കുന്ന സെറ്റ് ഇത് ഒരുമിച്ച് നടക്കില്ല. കാരണം ബി ഐയും ബി ജെയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ബി ഐയും ബി ജെയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയത് കാരണം എന്താ സംഭവിക്കുക? എ ഇന്റർസെക്ഷൻ ബി ഐയും എ ഇന്റർസെക്ഷൻ ബി ജെയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഓൾറെഡി ഇപ്പൊ എ ഈക്വൽ ടു യൂണിയൻ ഓഫ് I ഈക്വൽ ടു 1 to n എ ഇന്റർസെക്ഷൻ ബി ഐ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ലോ ഓഫ് അഡിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പി ഓഫ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? യൂണിയൻ ഓഫ് I ഈക്വൽ ടു 1 to n എ ഇന്റർസെക്ഷൻ ബി ജെ എന്ന് നമുക്ക് കാണാം. ഇതിന്റെ അഡിറ്റീവ് ലോ പ്രകാരം ഒരു സെറ്റിന്റെ യൂണിയനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ പി ഓഫ് യൂണിയൻ
എ ഇന്റർസെക്ഷൻ ബി എന്നൊക്കെ ഉള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ ഓഫ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് പ്രകാരം നമ്മൾ എഴുതുമ്പോൾ ഇവിടെ യൂണിയന് പകരം നമ്മുടെ ലോ ഓഫ് അഡിഷൻ ഉപയോഗിക്കുമ്പോൾ യൂണിയന് പകരം സമ്മേഷൻ എഴുതുക. സമ്മേഷൻ എടുക്കുമ്പോൾ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐ എന്ന് കിട്ടും. ഈ എ ഇന്റർസെക്ഷൻ ബി നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം എ ഇന്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ബി ഗിവൺ എ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ അഡിഷൻ റൂൾ പ്രകാരം ഉപയോഗിക്കുമ്പോൾ ഈ യൂണിയനെ നമുക്ക് സമ്മേഷൻ ആക്കി എഴുതാൻ പറ്റും. അപ്പൊ പി ഓഫ് എ എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐ എന്ന് എഴുതാൻ പറ്റും. എ ഇന്റർസെക്ഷൻ ബി ഐ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടീഷണൽ പ്രോബബിലിറ്റിയും പിന്നെ അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂളും ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറയില്ലേ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി അല്ലെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്നൊക്കെ നമുക്ക് എഴുതാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ബിയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? ഒരു ബി ഐ മാത്രം, അത്രയും വ്യത്യാസമുള്ളൂ, എ ഇന്റർസെക്ഷൻ ബി ഐ. അപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഐ, ഇവിടെ ബി ഐയുടെ സ്ഥാനത്ത് ഐ അങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെയുള്ള പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എ ഗിവൺ ബി ഐ ഇൻറ്റു പി ഓഫ് ബി ഐ എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ ബി എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസിനെ നമ്മൾ n ഇവന്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്തു. അതിൽ നിന്നിട്ട് നമ്മൾ വേറൊരു ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഇവന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ എയുടെ പ്രോബബിലിറ്റി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പുതിയതായി ഡിഫൈൻ ചെയ്ത എ എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റിയുടെ ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാൻ നമുക്ക് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എ ഗിവൺ ബി ഐ ഇൻറ്റു പി ഓഫ് ബി ഐ നമുക്ക് ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് പി ഓഫ് എ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എ ഗിവൺ ബി ഐ ഇൻറ്റു പി ഓഫ് ബി ഐ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി കഴിഞ്ഞു. ഇനി ബേസ് തിയറം എന്താണെന്ന് നോക്കാം. ബേസ് തിയറം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസിനെ നമ്മൾ n ആയിട്ട് പാർട്ടീഷൻസ് നമ്മൾ തിരിക്കാൻ പോവാണ്. B1 B2 എക്സെട്ര BN എന്ന് പറഞ്ഞിട്ടുള്ള n പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അതില് എ എന്നുള്ള ഒരു വേറൊരു ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, അതായത് നോൺ സീറോ, അത് ഒരിക്കലും സീറോ ആയിരിക്കില്ല. നോൺ സീറോ പ്രോബബിലിറ്റി ഉള്ള ഒരു ഇവന്റ് ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അതായത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് തിയറം പറയുന്നത് പി ഓഫ് ബി ഐ ഗിവൺ എ എന്നുള്ളൊരു ഇവന്റ് നടന്ന ശേഷം ഈ പാർട്ടീഷൻ ചെയ്ത നടന്നതിന് ശേഷം ഈ പാർട്ടീഷൻ ചെയ്ത ഏതെങ്കിലും ഇവന്റുകളുടെ B1 B2 അങ്ങനെ ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി കാണാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഹോൾ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ. അപ്പൊ ബേസ് തിയറം പ്രകാരം എ എന്നുള്ളൊരു ഇവന്റ് നടന്ന ശേഷം ഇതിൽ ഏതെങ്കിലും പാർട്ടീഷനിൽ ഏതെങ്കിലും ഇവന്റുകൾ നടക്കാനുള്ള പ്രോബബിലിറ്റി കാണാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഹോൾ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി വൺ. ഇതെങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം പി ഓഫ് ബി ഗിവൺ എ എന്നുള്ള ഒരു ഇവന്റ് നടന്ന ശേഷം ബി നടക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കാണാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. അപ്പൊ ഇവിടെ നമ്മൾ ബിക്ക് പകരം ഒരുപാട് ഇവന്റുകൾ ഉണ്ടല്ലോ, B1 B2 എക്സെട്ര. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഇവന്റ്, ഏതോ ഒരു ഇവന്റ് ബി ഐ നടക്കാനുള്ള പ്രോബബിലിറ്റി, എ എന്നുള്ള ഒരു ഇവന്റ് നടന്ന ശേഷം ബി ഐ എന്നുള്ള ഒരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐ ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐനെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ ലോ പ്രകാരം കോമ്പൗണ്ട് പ്രോബബിലിറ്റിയുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഐനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പി ഐക്ക് മാറ്റമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ നമുക്ക് ഓൾറെഡി എന്ത് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും? ഈ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ നേരത്തെ ഇപ്പൊ കോമ്പൗണ്ട് പ്രോബബിലിറ്റി പഠിച്ചില്ലേ, അത് പ്രകാരം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി, എയും ബി ഐ ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റിനെ നമുക്ക് പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എഴുതാൻ പറ്റും. പി ഓഫ് എക്ക് മാറ്റമൊന്നുമില്ല. ഈ തൊട്ട് മുമ്പ് ഈ സാമ്പിൾ സ്പേസിനെ n പാർട്ടീഷൻസ് ആക്കിയിട്ട് അതിലെ എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാൻ നമ്മൾ പി ഓഫ് എ എന്താണെന്നാ പഠിച്ചേ? പി ഓഫ് എ എന്ന് പറയുന്നത് സമ്മേഷൻ പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ. സോറി, അപ്പോ പി ഓഫ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ബൈ പി ഓഫ് എ. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ എസ് എന്നുള്ള ഒരു സാമ്പിൾ സ്പേസിനെ n പാർട്ടീഷൻ ഒക്കെ ആയിട്ട് തിരിക്കുന്ന സമയത്ത് എ എന്നുള്ള ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാൻ നമ്മൾ ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി പ്രകാരം പഠിച്ചില്ലേ? പി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എ ഗിവൺ ബി ഐ ഇൻറ്റു പി ഓഫ് ബി ഐ. അത് നമുക്ക് ഇവിടെ ഈ പി ഓഫ് എയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നോക്കിക്കേ, നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ബൈ പി ഓഫ് എ. ഈ പി ഓഫ് എനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ അതേപോലെ തന്നെ എഴുതി ബൈ പി ഓഫ് എയുടെ സ്ഥാനത്ത് എന്ത് വരും? സമ്മേഷൻ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐ, അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതില്ലേ, ടോട്ടൽ പ്രോബബിലിറ്റി പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഈക്വൽ ടു എന്താന്നാ ലാസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തത്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ. ഇതിലെ പി ഓഫ് ബി ഐനെ നമ്മൾ പ്രയോറി പ്രോബബിലിറ്റി എന്നാണ് വിളിക്കുക. പ്രയോറി പ്രോബബിലിറ്റി, അതായത് എ എന്നുള്ള ഒരു ഇവന്റ് നടക്കുന്നതിന് മുമ്പ് നടന്ന ഇവന്റ് ആണ് ബി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ലാസ്റ്റ് നടക്കുന്ന ഇവന്റ് ആണ്, അവസാനം സംഭവിക്കുന്ന ഇവന്റ്. അതിന് മുമ്പ് നടന്ന പ്രോബബിലിറ്റി, അതിന് മുമ്പ് നടന്ന ഇവന്റുകളാണ് B1 B2 എക്സെട്ര BN വരെയുള്ള ഇവന്റുകളെല്ലാം അതിന് മുമ്പ് നടന്നിട്ടുള്ളതാണ്. അപ്പൊ ആ പ്രോബബിലിറ്റിനെ നമ്മൾ പ്രയോറി പ്രോബബിലിറ്റി, പ്രയർ ആയിട്ട് എക്ക് മുമ്പേ നടന്ന പ്രോബബിലിറ്റി പ്രയോറി പ്രോബബിലിറ്റി എന്ന് വിളിക്കും. അതേപോലെ പി ഓഫ് ബി ഗിവൺ എ ഐ എന്ന് പറയുന്നതിനെ നമ്മൾ പി ഓഫ് ബി ഐ ഗിവൺ എനെ നമ്മൾ എന്ത് വിളിക്കും? പോസ്റ്റീരിയറി പ്രോബബിലിറ്റി. പ്രയോറി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നടന്നത്, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള ഒരു ഇവന്റ് നടന്ന ശേഷം നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി. എ നടന്നതിന് ശേഷമാണല്ലോ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എ നടന്നതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി ആയത് കാരണം പി ഓഫ് ബി ഐ ഗിവൺ എനെ നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് വിളിക്കും. എ നടക്കുന്നതിന് മുമ്പുള്ള B1 B2 B3 എക്സെട്ര എന്നുള്ള ഇവന്റുകളെല്ലാം നടന്നത് കാരണം പ്രോബബിലിറ്റി ഓഫ് ബി ഐനെ നമ്മൾ പ്രയോറി പ്രോബബിലിറ്റി എന്ന് വിളിക്കും. അപ്പൊ പ്രയോറി പ്രോബബിലിറ്റി പോസ്റ്റീരിയർ പ്രോബബിലിറ്റി, എക്ക് മുമ്പ് നടന്ന ഇവന്റ്സ് ആയത് കാരണം അതിന്റെ പ്രോബബിലിറ്റികളെ നമ്മൾ പ്രയോറി പ്രോബബിലിറ്റി എന്ന് വിളിക്കും. എ എന്നുള്ള ഒരു ഇവന്റ് നടന്ന ശേഷമുള്ള പ്രോബബിലിറ്റീസ് ആണ് എന്ത്? പി ഓഫ് ബി ഐ ഗിവൺ എ ഒക്കെ. അതിനെ നമ്മൾ പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി എന്ന് വിളിക്കും. പ്രയോറിയും പോസ്റ്റീരിയോറിയും പ്രോബബിലിറ്റി. ഇനി നമുക്ക് ബയേസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ, അതായത് ബയേസ് തിയറത്തിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. ബയേസ് തിയറം ഇത്രയേ ഉള്ളൂ. അതായത് ബി ഒരു സാമ്പിൾ സ്പേസ്, ഒന്നുകൂടി പറയുകയാണെങ്കിൽ ബയേസ് തിയറം ഇത്രയേ ഉള്ളൂ. ഒരു സാമ്പിൾ സ്പേസ് എസ്, അതിനെ നമ്മൾ B1 B2 B3 എക്സെട്ര BN എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റുകളായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യും. അതിൽ അവസാനം നടക്കുന്ന ഒരു ഇവന്റ് ആണ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ്. ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി എപ്പോഴും നമ്മൾ നോൺ സീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ആ ഇവന്റ് എന്തായാലും നടക്കും, അപ്പൊ പ്രോബബിലിറ്റി സീറോ ആവില്ലല്ലോ, അപ്പൊ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ എന്ന് വെച്ചാൽ എ എന്നുള്ള ഒരു ഇവന്റ് നടന്നതിന് ശേഷം ബി ഐയുടെ പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ
whole divided by summation I equal to 1 to n p of bi into p of a given bi ചെയ്താൽ മതി. ഇതെങ്ങനെയാ വന്നേ? നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഓൾറെഡി കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് അറിയാം p of bi given a എന്ന് പറയുന്നത് എന്താണ്? p of a ഇന്റർസെക്ഷൻ bi by p of a ആണ്. അപ്പൊ p of a ഇന്റർസെക്ഷൻ b നെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ റൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് p of bi into p of a ഇന്റർസെക്ഷൻ bi എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഹോൾ ഡിവൈഡഡ് ബൈ p of n. തൊട്ട് മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി പ്രകാരം നമുക്ക് p of a നെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ i ഈക്വൽ ടു 1 to n p of bi into p of a given bi എന്ന് എഴുതാം. ഇങ്ങനെയാണ് എന്ത് വന്നത്? നമ്മുടെ ബേസ് തിയറം വന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ പ്രോബ്ലത്തിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? സപ്പോസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഈ സ്മോക്കേഴ്സിന്റെ നമ്മൾ ഓൾറെഡി പ്രോബബിലിറ്റി ഒക്കെ കാണുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഉള്ളത്. ഇതില് സപ്പോസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് 31% സ്മോക്കേഴ്സ് ആണ്, 31% സ്മോക്കേഴ്സ് ആണ്. അതില് 19/31 ഓഫ് ദ സ്മോക്കേഴ്സ് ആൻഡ് 41/69 ഓഫ് ദ നോൺ സ്മോക്കേഴ്സ് വെർ മെയിൽ. അപ്പൊ മൊത്തത്തിൽ 31% പേര്. അപ്പൊ നമുക്കിനി ബേസ് തിയറത്തിന്റെ പ്രോബ്ലം നോക്കാം. ഇതില് ഓൾറെഡി നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ സ്മോക്കേഴ്സിന്റെയും നോൺ സ്മോക്കേഴ്സിന്റെയും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ പോലെയാണ് ഇതിലുള്ളത്. സപ്പോസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് 31% എന്ന് പറയുന്നത് സ്മോക്കേഴ്സ് ആണ്. സ്മോക്കേഴ്സ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സ്മോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 31% നമ്മൾ എഴുതുമ്പോൾ 31/100 equal to 0.31 അല്ലെങ്കിൽ 31/100 തന്നെ എഴുതിയാൽ മതി. പ്രോബബിലിറ്റി ഓഫ് സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് എന്താ? 31/100. ഇറ്റ് വാസ് ഓൾസോ ഒബ്സർവ് ദാറ്റ് 19/31 എന്ന് പറഞ്ഞാൽ സ്മോക്കേഴ്സ് ആണ്. അവര് സ്മോക്കേഴ്സ് ആണ്. 19/31 എന്ന് പറയുന്നത് അവര് സ്മോക്കേഴ്സും ആണ്, പക്ഷെ അവരെന്താണ്? മെയിലാണ്. അപ്പൊ ഈ 19/31 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് മെയിൽ സ്മോക്കേഴ്സ്, സ്മോക്ക് ചെയ്യുന്ന മെയിലിന്റെ പ്രോബബിലിറ്റി ആണ് എന്ത്? 19/31 എന്ന് പറയുന്നത്. അതേപോലെ 14/69 എന്ന് പറയുന്നത് എന്താ? അവര് മെയിലാണ്, പക്ഷെ എന്താ? നോൺ സ്മോക്കേഴ്സ് ആണ്. നോൺ സ്മോക്കേഴ്സ് ആയിട്ടുള്ള മെയിലുകളാണ് എന്ത് വരുന്നത്? 49/69 വരുന്നത്. An individual was chosen at random from a group. What is the probability of the selected individual being a smoker if he has found to be a male? അപ്പൊ ഓൾറെഡി അവസാനം നടന്ന ഇവന്റ് അതൊരു പുരുഷനാണ്, അതൊരു മെയിലാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഇൻഡിവിജ്വൽ ഒരു മെയിലാണ്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ഇവന്റ്, ലാസ്റ്റ് ഫൈനലി നടന്ന ഇവന്റ് സെലക്ടഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് മെയിലാണ്. സെലക്ടഡ് ഇൻഡിവിജ്വൽ മെയിലാണ്. ബാക്കിയുള്ള, അതായത് പാർട്ടീഷൻ ചെയ്യുന്ന സബ് ഇവന്റുകൾ ഏതൊക്കെയാണ്? D1 എന്ന് പറയുന്നത് എന്താ? ഇൻഡിവിജ്വൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഡിവിജ്വൽ സ്മോക്കർ ആവാം, ഇൻഡിവിജ്വൽ വേണമെങ്കിൽ സ്മോക്കർ ആവാം. അല്ലാതെ B2 എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുന്ന ഇൻഡിവിജ്വൽ നോൺ സ്മോക്കറും ആവാം. അപ്പൊ ഫൈനലി നടന്ന ഇവന്റ് എന്താണ്? എ എന്ന് പറയുന്നത് എടുത്ത സെലക്ട് ചെയ്ത ആള് ഇൻഡിവിജ്വൽ മെയിലാണ്, ഫീമെയിൽ അല്ല, മെയിൽ ആണ് എന്നാണ് അർത്ഥം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് സെലക്ടഡ് ഇൻഡിവിജ്വൽ ബീങ് എ സ്മോക്കർ. സെലക്ടഡ് ഇൻഡിവിജ്വൽ സ്മോക്കർ എന്ന് പറയുമ്പോൾ B1 ഗിവൺ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഗിവൺ ഹി വാസ് ഫൗണ്ട് ടു ബി മെയിൽ. അത് മെയിലാണ്, സെലക്ട് ചെയ്ത ഇൻഡിവിജ്വൽ മെയിൽ ആണെന്ന് തന്നിട്ടുണ്ട്. തൊട്ട് മുമ്പേ നമ്മുടെ ബേസ് തിയറത്തിൽ നമ്മൾ പറയുന്നുണ്ട് എന്ത്? പി ഓഫ് ബി ഐ ഗിവൺ എ എന്ന് പറയുന്നത് എന്താ? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ. തൊട്ട് മുമ്പ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തതാണ്. ഹോൾ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n P of bi into P of a given bi. ഇതാണ് എന്ത്? നമ്മുടെ ബേസ് തിയറം പ്രകാരം ഏതെങ്കിലും ഒരു കണ്ടീഷൻ P of bi given a കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താ? P of b1 given a. അപ്പൊ ഇവിടെ നമ്മൾ ഐന്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കും? P of b1 given a എന്ന് പറയുമ്പോൾ ഐന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇക്വേഷൻ എന്താവും? P of b1 into probability of P of a given B1 whole divided by
സമ്മേഷൻ i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഐക്ക് 1 തൊട്ട് n വരെയാണുള്ളത്. ഇവിടെ ബി ഏതൊക്കെ എത്ര ഇവന്റ്സ് ഉണ്ട്, ബി എന്ന് പറയുന്നത് എത്ര പാർട്ടീഷൻസ് ആണ്, 2 എണ്ണേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതണം, പി ഓഫ് b1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ b1 പ്ലസ് പി ഓഫ് b2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ b2. 2 ഇവന്റുകളാണല്ലോ ഉള്ളത്, 2 പാർട്ടീഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് സാമ്പിൾ സ്പേസിന്, b1 ഉം b2 2. അപ്പൊ ഇതിന്റെ സമ്മേഷൻ എന്ന് പറയുമ്പോൾ പി ഓഫ് b1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ b1 പ്ലസ് പി ഓഫ് b2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ b2. അപ്പൊ നമുക്ക് ഇവിടെ ആരൊക്കെ വേണം, പി ഓഫ് b1 വേണം, പി ഓഫ് b2 വേണം, പി ഓഫ് എ ഗിവൺ b1 വേണം, പി ഓഫ് എ ഗിവൺ b2 വേണം. ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. പി ഓഫ് b1 എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത ഇൻഡിവിജ്വൽ സ്മോക്കർ ആവാനുള്ള പ്രോബബിലിറ്റി. സെലക്ട് ചെയ്ത ഇൻഡിവിജ്വൽ എത്ര, 31% ആണ് എന്ത്, സ്മോക്കേഴ്സ്. അപ്പൊ സെലക്ട് ചെയ്ത ഇൻഡിവിജ്വൽ സ്മോക്കർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ, 31/100. b2 എന്ന് പറഞ്ഞാൽ എന്താ, നോൺ സ്മോക്കർ. ഇത് സ്മോക്കർ ആവാനുള്ള പ്രോബബിലിറ്റി, ഇത് നോൺ സ്മോക്കർ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ നോൺ സ്മോക്കർ ആവാനാണെങ്കിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 1 മൈനസ് 31/100 കോംപ്ലിമെന്റ് ഇവന്റ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇത് സ്മോക്കർ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ 31% സ്മോക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി 100 മൈനസ് 31% എന്തായിരിക്കും, 100 മൈനസ് 31 അത്രയും പെർസെന്റേജ് ആര്, നോൺ സ്മോക്കേഴ്സ് ആയിരിക്കും, സ്മോക്ക് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ഒരു കൂട്ടത്തില് 10 പേരുള്ള ഒരു ഗ്രൂപ്പില് 3 പേര് സ്മോക്കർ ആണ് എന്നുണ്ടെങ്കിൽ ബാക്കി 7 പേര് സ്മോക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്നല്ലേ അർത്ഥം. അപ്പൊ 31% സ്മോക്കേഴ്സ് ആണെങ്കിൽ ബാക്കിയുള്ള അത്രയും ശതമാനം ആൾക്കാർ എന്തായിരിക്കും, നോൺ സ്മോക്കേഴ്സ് ആയിരിക്കും. അപ്പൊ പി ഓഫ് b2 എന്ന് പറയുന്നത് എന്തായി, 1 മൈനസ് 31/100 എന്ന് പറഞ്ഞാൽ എത്ര, 69/100 ആണ് പി ഓഫ് b2 എന്ന് പറയുന്നത്. ഇനി പി ഓഫ് എ ഗിവൺ b1 എന്ന് പറഞ്ഞാൽ എന്താ, b1 നടന്ന ശേഷം എ നടക്കാനുള്ളത്. എ എന്ന് പറയുന്നത് മെയിൽ ആണ്, സ്മോക്ക് ചെയ്യുന്ന മെയിൽ ആൾക്കാര്, സ്മോക്ക് ചെയ്യുന്ന b1 എന്ന് പറഞ്ഞാൽ സ്മോക്കർ ആണ്, സ്മോക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വൽ മെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ, 19/31. ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടില്ലേ, പ്രോബബിലിറ്റി ഓഫ് മെയിൽ സ്മോക്കേഴ്സ്, അത് 19/31. b2 എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആള് മെയിൽ ആയിരിക്കും, പക്ഷെ അയാൾ നോൺ സ്മോക്കർ മെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 41/69. അപ്പൊ ഈ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ, പി ഓഫ് b1 എത്രയാ, 31/100 ഇൻറ്റു പി ഓഫ് എ ഗിവൺ b1 അതായത് സ്മോക്കർ ഇൻഡിവിജ്വൽ മെയിൽ, സ്മോക്കിംഗ് മെയിൽ ഇൻഡിവിജ്വൽ 19/31 ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് b1 എത്രയാണ്, 31/100 ഇൻറ്റു പി ഓഫ് എ ഗിവൺ b1 എന്ന് പറയുന്നത് 19/31 പ്ലസ് പി ഓഫ് b2 എന്ന് പറയുന്നത് എത്ര, സ്മോക്ക് ചെയ്യാത്ത ഇൻഡിവിജ്വൽസിന്റെ പ്രോബബിലിറ്റി 69/100 ഇൻറ്റു പി ഓഫ് എ ഗിവൺ b2 41/69. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 31ഉം 31ഉം ഇവിടെ ക്യാൻസൽ ആയി പോയ ബാക്കി ഇവിടെ 19/100 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെയും 31 ക്യാൻസൽ ആയിട്ട് ബാക്കി ഇവിടെ 19/100 പ്ലസ് ഇവിടെ 69ഉം ക്യാൻസൽ ആയിട്ട് 41/100 കിട്ടും. സോ 19/100 ഹോൾ ഡിവൈഡഡ് ബൈ 19 പ്ലസ് 41 എന്ന് പറയുമ്പോൾ 19 പ്ലസ് 41 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 60 കിട്ടും. അപ്പോ 60/100 അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 19/100 ഹോൾ ഡിവൈഡഡ് ബൈ 16/100. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി 19/60. എന്താ നമ്മൾ കണ്ടുപിടിച്ച, പി ഓഫ് b1 given a അതായത് ഇൻഡിവിജ്വൽ സ്മോക്കർ ആണ്. ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടഡ് ഇൻഡിവിജ്വൽ ബീങ് എ സ്മോക്കർ ഇഫ് ഹി ഹാസ് ഫൗണ്ട് ടു ബി മെയിൽ. അപ്പൊ മെയിൽ ആണെന്ന് അറിഞ്ഞ ശേഷം അയാൾ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ സ്മോക്കർ ആയിരിക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടു, എത്രയാണ്, 19/60. ഇത് എന്ത് തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഈ ബേസ് തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ബേസ് തിയറത്തിന്റെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ദർ ആർ 3 ബാഗ്സ്, 3 ബാഗുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ബാഗ് 1 ഉണ്ട്, ബാഗ് 2 ഉണ്ട്, ബാഗ് 3 ഉണ്ട്. 3 ബാഗുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് ബാഗിൽ 6 റെഡ് ബോൾസും 4 ബ്ലൂ ബോൾസും ഉണ്ട്.
ബാഗ് 2-ലാണെങ്കിൽ 2 റെഡ് ബോൾസും 8 ബ്ലൂ ബോൾസും ഉണ്ട്. ബാഗ് 3-ലാണ് എന്നുണ്ടെങ്കിൽ 5 റെഡ് ബോൾസും 5 ബ്ലൂ ബോൾസും ഉണ്ട്. നമ്മളോട് പറയുന്നുണ്ട് ഒരു ബാഗ് വാസ് സെലക്ടഡ് അറ്റ് റാൻഡം ഫ്രം 3 ബാഗ്സ്. അപ്പോ നമ്മുടെ പാർട്ടീഷൻ ചെയ്യുന്ന ഇവന്റുകൾ എന്താ? ഈ 3 ബാഗിൽ ഏത് ബാഗ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ B1 എന്ന് പറയുന്നത് ബാഗ് 1 സെലക്ട് ചെയ്യുന്ന ഇവന്റ്, B1 എന്ന് പറയുന്നത്. B2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ബാഗ് സെലക്ട് ചെയ്യാനുള്ള ഇവന്റ്. അതേപോലെ B3 എന്ന് പറയുന്നത് നമ്മൾ എന്താ മൂന്നാമത്തെ ബാഗാണ് സെലക്ട് ചെയ്യുന്നത്. 3 ബാഗിൽ ഏതെങ്കിലും ഒന്നാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് എ ബോൾ വാസ് റാൻഡം ഫ്രം ഇറ്റ്. ഏതെങ്കിലും ഒന്നിന് നമ്മൾ ബോൾ എടുക്കുന്നു. ദ ബോൾ വാസ് ഫൗണ്ട് ടു ബി ബ്ലൂ. അപ്പൊ ലാസ്റ്റ് നടന്ന ഇവന്റ് എ എന്ന് പറയുന്നത് എന്താണ്? ബോൾ വാസ് ഫൗണ്ട് ടു ബി ബ്ലൂ. ബ്ലൂ ബോൾ ആണ് നമ്മൾ എടുത്തത്. ബ്ലൂ ബോൾ എടുക്കുന്ന ഇവന്റിനെയാണ് നമ്മൾ എ എന്ന് വിളിച്ചത്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ കെയിം ഫ്രം ദ സെക്കൻഡ് ബാഗ്? അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താ? ബ്ലൂ ബോൾ എടുത്തു കഴിഞ്ഞു. ആ എടുത്ത ബോൾ ഏത് ബാഗിൽ നിന്ന്? രണ്ടാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി. രണ്ടാമത്തെ ബാഗ് നടക്കുന്ന ഇവന്റ് എന്താ? B2. അപ്പൊ നമുക്ക് കാണാനുള്ളത് എന്താ? പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ എ. ബ്ലൂ ബോൾ എടുക്കുക എന്നുള്ളത് നടന്നു കഴിഞ്ഞു. ആ എടുത്ത ബ്ലൂ ബോൾ രണ്ടാമത്തെ ബാഗിൽ നിന്നും ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ഇതിന് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ബയേസ് തിയറം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ബയേസ് തിയറം പ്രകാരം P ഓഫ് BI ഗിവൺ എ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? P ഓഫ് BI ഇൻറ്റു P ഓഫ് A ഗിവൺ BI ഹോൾ ഡിവൈഡഡ് ബൈ സമ്മേഷൻ I ഈക്വൽ ടു 1 to n P ഓഫ് BI ഇൻറ്റു P ഓഫ് A ഗിവൺ BI. ഇത് മറക്കരുത്. ഇതാണ് നമ്മുടെ എന്ത്? ബേസ് തിയറം. അപ്പൊ ഇവിടെ ഐയുടെ സ്ഥാനത്ത് ആരാ? ഐയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? P ഓഫ് B2 into P of A given B2 whole divided by summation I equal to 1 to n. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പാർട്ടീഷൻസ്. ഇവിടെ എത്ര ഇവന്റുകളാണ്? B1, B2, B3. അപ്പൊ ഇവിടെ എന്തൊക്കെ വരും? P of B1 into P of A given B1 plus P of B2 into P of A given B2 plus P of B3 into P of A given B3. അപ്പൊ നമുക്ക് ആരൊക്കെ വേണം? P of B1, P of B2, P of B3 വേണം. അതേപോലെ ഇതെന്തായിരിക്കും? P of B1 എന്ന് പറഞ്ഞാൽ 3 ബാഗിൽ നിന്നും ഒരു ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/3. B2 എന്ന് പറഞ്ഞാൽ ആ 3 ബാഗിൽ നിന്നും രണ്ടാമത്തെ ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതും 1/3 ആണ്. ലാസ്റ്റ് B3 എന്ന് പറയുന്നതോ മൊത്തത്തിൽ 3 ബാഗ് ഉണ്ട്, അതിൽ നിന്നും മൂന്നാമത്തെ ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/3. അപ്പൊ P ഓഫ് B1ഉം B2ഉം P ഓഫ് B2ഉം P ഓഫ് B3യും എന്താണ്? 1/3. മൊത്തത്തിൽ 3 ബാഗുകൾ ഉണ്ട്. ആ 3 ബാഗിൽ ഒരെണ്ണം എടുക്കാനുള്ള പ്രോബബിലിറ്റി അതെപ്പോഴും എന്തായിരിക്കും? 1/3 ആയിരിക്കും. അപ്പൊ P ഓഫ് B1ഉം B2ഉം B3യും കിട്ടി. ഇനി നമുക്ക് ഇനി അടുത്തത് ആരെയാ വേണ്ടേ? ഇനി നമുക്ക് ഇതിൽ കാണാനുള്ളത് P ഓഫ് A ഗിവൺ B2 ആണ്. അടുത്ത കാണാനുള്ളത് P ഓഫ് A ഗിവൺ B1. A ഗിവൺ B1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗിൽ നിന്ന് ബാഗ് 1 നിന്ന് ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ബാഗ് 1 മൊത്തം എത്ര ബോൾസ് ഉണ്ട്? 10 ബോളുകൾ ഉണ്ട്. 10 ബോളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ഏത് ബോളാണ്? ബ്ലൂ ബോൾ. അതിൽ 4 എണ്ണമാണ് ബ്ലൂ ഉള്ളത്. അപ്പൊ ഈ മൊത്തത്തിലുള്ള ഈ 10 ബോളിൽ നിന്ന് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. അപ്പൊ പ്രോബബിലിറ്റി 4/10. ഇനി അടുത്തത് കാണാനുള്ളത് P ഓഫ് A ബൈ B2. രണ്ടാമത്തെ ബാഗിലും 10 എണ്ണം ഉണ്ട്, 10 ബോൾസ് ഉണ്ട്. അതിൽ എത്ര ബ്ലൂ ഉണ്ട്? 8 ബ്ലൂ ഉണ്ട്. അപ്പൊ 8/10. ഈ 10 ബോളുകളിൽ ഏതെങ്കിലും ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനുള്ള പ്രോബബിലിറ്റി 8/10. ഇനി അടുത്തത് P ഓഫ് A ഗിവൺ B3. B3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ബാഗിലും 10 ബോൾ വീതം ഉണ്ട്. ഈ 10ൽ നിന്ന് ബ്ലൂ ബോൾസ് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 10 ബോളിൽ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാനുള്ള പ്രോബബിലിറ്റി 5/10. അപ്പൊ ഇത്രയും കിട്ടി. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? P ഓഫ് B2 എന്ന് പറയുന്നത് എത്രയാ? 1/3 ഇൻറ്റു P ഓഫ് A given B2 എന്ന് പറയുന്നത് എത്ര? 8/10 ഹോൾ ഡിവൈഡഡ് ബൈ P ഓഫ് B1 1/3 തന്നെയാണ് ഇൻറ്റു P ഓഫ് A given B1 എന്ന് പറയുന്നത് എത്ര? 4/10 പ്ലസ്
1/3 into 8/10 plus 1/3 into ഇനി ഏതാ ഉള്ളത്? P of A given P3 എന്ന് പറയുന്നത് എത്ര? 5/10 which is equal to 1/3 into 8/10 എന്ന് പറയുമ്പോൾ 8/30 whole divided by 4/30 4/30 പ്ലസ് ഇനി അടുത്ത് എന്താ വരിക? 4/30 കഴിഞ്ഞാൽ പിന്നെ 8/30 പ്ലസ് 8/30 പ്ലസ് 5/30 5/30 which is equal to 8/30 by 4 plus 12 plus 5 17 8/30 by 17/30 which is equal to 8/70. അപ്പോ എടുത്ത ബോൾ എടുത്ത ബ്ലൂ ബോൾ രണ്ടാമത്തെ ബാഗിൽ നിന്നും ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 8/17 8/17. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോമ്പൗണ്ട് പ്രോബബിലിറ്റി, എന്താണ് കോമ്പൗണ്ട് ലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ലോ എന്താണ്, അത് എങ്ങനെയാണ്, ഏതൊക്കെ പ്രോബ്ലംസിലാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്താണ് ബേസ് തിയറം നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്നാണല്ലോ നമ്മുടെ ബേസ് തിയറം വരുന്നത്. അപ്പൊ എന്താണ് ലോ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി, പിന്നെ എന്താണ് ബേസ് തിയറം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷന്റെ ക്ലാസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. Thank you.